Setting up a company in Tally ERP9. The first step towards understanding Tally ERP9 is to create a company in Tally ERP9. നമ്മൾ ടാലി ERP9 ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോവാം. ഗേറ്റ്വേ ഓഫ് ടാലീൻ്റെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത പോർഷൻ എടുക്കുക. അതിൽ വരുന്ന റൈറ്റ് ഹാൻഡ് സൈഡ് ഏരിയയിൽ സെലക്ട് എ കമ്പനി, ലോഗിൻ ആസ് എ കമ്പനി, തൊട്ട് താഴെ നമുക്ക് കാണാം ക്രിയേറ്റ് എ കമ്പനി. ക്രിയേറ്റ് എ കമ്പനി ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ചെയ്ത കമ്പനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്ക്രീനിലാണ് എത്തുക. ഈ സ്ക്രീനിൽ നമ്മൾ കമ്പനി ഇൻഫോർമേഷൻ എൻറ്റർ ചെയ്യണം. എൻറ്ററിങ് കമ്പനി ഇൻഫോർമേഷൻ. In order to give company information, we have to create a company. Alt F3 നിങ്ങൾക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ കമ്പനി സെലക്ട് ചെയ്തിട്ട് കമ്പനി ഇൻഫോർമേഷൻ സെലക്ട് ചെയ്തിട്ട് Alt F3 പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ക്രിയേറ്റ് എ കമ്പനീൻ്റെ പേജിലേക്ക് എൻ്റർ ചെയ്യും. ഇപ്പം ഞാൻ Alt F3 പ്രസ് ചെയ്തിട്ടാണ് ചെയ്തത്. നേരത്തെ മൗസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇനി ഇതിനകത്ത് വരുന്ന ഓരോ ഇൻഫോർമേഷൻസും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഡയറക്ടറി. Directory means the data storage location. This is the place where Tally store all data you entered in Tally ERP9. By default, the data storage will be inside the installation folder. You can change it at your desired location by typing it manually. ഈ നമ്മുടെ ടാലി ഡാറ്റ എവിടെയാണോ സ്റ്റോർ ചെയ്യുന്നത് ആ സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷനാണ് ഈ ഡയറക്ടറിയിൽ കാണിക്കുന്നത്. ഇവിടെ ഞാൻ എൻ്റർ ചെയ്യുന്ന ഡാറ്റ സി ഡ്രൈവിൽ യൂസേഴ്സിൽ പബ്ലിക് ടാലി ERP9 ഇവിടെയാണ് ടാലി ERP9 ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇനി ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ വേറെ സ്ഥലത്തായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോൾഡർ ഇവിടെ ഡി ഡ്രൈവ് മാറ്റിയിട്ട് എനിക്ക് വേണമെങ്കിൽ വേറെ സി ഡ്രൈവ് മാറ്റിയിട്ട് വേണമെങ്കിൽ എനിക്ക് ഡി ഡ്രൈവിലേക്കോ ഡാറ്റ സ്റ്റോറേജ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് നെയിമാണ്. ഇവിടെ നമ്മൾ കമ്പനീൻ്റെ നെയിം ടൈപ്പ് ചെയ്യണം. ഇവിടെ ഞാൻ XYZ എന്ന് പറയുന്ന ഒരു നെയിം ടൈപ്പ് ചെയ്യണം. XYZ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് വരുന്നത് മെയിലിംഗ് നെയിമാണ്. അതായത് കമ്പനീൻ്റെ അഡ്രസ്സാണ് നെക്സ്റ്റ് വരുന്നത്. കമ്പനി നെയിം കൂടാതെ തന്നെ ടാലി പ്രൊവൈഡ് ദി ഫെസിലിറ്റി ടു എൻ്റർ ദി മെയിലിംഗ് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി കമ്പനി. ദി കമ്പനി നെയിം ഗിവൺ ഇൻ ദി നെയിം ഫീൽഡ് ഈസ് ഓട്ടോമാറ്റിക്കലി അപ്പിയർ ഇൻ ദി ഫീൽഡ്. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും മെയിലിംഗ് നെയിമിലേക്ക് വന്ന സമയത്ത് നമ്മുടെ ഇത് ഓട്ടോമാറ്റിക്കലി അവിടെ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദി കറക്റ്റ് നെയിം ഓഫ് ദി കമ്പനി ഫോർ മെയിലിംഗ് പർപ്പസ് ഷുഡ് ബി എൻറ്റേർഡ്. അതായത് മെയിലിംഗ് നെയിം എഴുതുന്ന സമയത്ത് നമ്മുടെ കറക്റ്റ് അഡ്രസ്സ് ആയിരിക്കണം മെയിലിംഗ് അഡ്രസ്സ് അവിടെ എൻറ്റർ ചെയ്യണം. നെക്സ്റ്റ് ഫോർത്ത് വൺ വരുന്നത് കൺട്രിയാണ്. അവിടെ കൺട്രി ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്തു. അടുത്തത് വരുന്നത് സ്റ്റേറ്റ് ആണ്. നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ നമ്മുടെ ബിസിനസ് ഉള്ളത് ആ സ്റ്റേറ്റാണ് എൻ്റർ ചെയ്യുന്നത്. ഞാനിവിടെ കേരള എൻ്റർ ചെയ്തു. പിന്നെ വരുന്നത് പിൻകോഡാണ്. നമുക്ക് ഏത് പിൻകോഡാണോ നമ്മുടെ ബിസിനസ് ഉള്ളത് ആ സ്ഥലത്തെ പിൻകോഡ് എൻ്റർ ചെയ്യാം. പിന്നെ ടെലിഫോൺ നമ്പർ, മൊബൈൽ ഫോൺ ഡീറ്റെയിൽസ്, നമ്മുടെ ഇമെയിൽ ID, കമ്പനി വെബ്സൈറ്റ്, ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കാനുള്ള ഫീൽഡ് ഇവിടെ ഉണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് ബുക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇയർ ഡീറ്റെയിൽസ് ആണ് നെക്സ്റ്റ് സൈഡിൽ വരുന്നത്. നോക്കൂ, ഈ ഫിനാൻഷ്യൽ ഇയർ ഫ്രം ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ്. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1/4/2020 മുതലാണ്. 1/4/2020 മുതലാണ്. അപ്പോൾ ആ 1/4/2020 എൻ്റർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ബുക്സ് ബിഗിനിങ് ഫ്രം. സാധാരണ അക്കൗണ്ടിങ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്
1/4/2020 ആണല്ലോ, അതുകൊണ്ടാണ് ആ രണ്ട് ഡീറ്റെയിൽസും അവിടെ വരുന്നത്. രണ്ടും സാധാരണ നോർമൽ കേസിൽ മോസ്റ്റ് ഓഫ് ദി കമ്പനി ഹാസ് എ ബുക്ക് ബിഗിനിങ് ഡേറ്റ് സെയിം ആയിരിക്കും, ഫിനാൻഷ്യൽ ഇയറുമാണ്. പക്ഷേ ചില കമ്പനീൻ്റെ കേസിൽ അത് രണ്ടും ഡിഫറെൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു കമ്പനി ഒരു മിഡിൽ ഓഫ് ഫിനാൻഷ്യൽ ഇയറിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ ആ ബുക്ക് ബിഗിനിങ് ഫ്രം എന്നുള്ളത് ചിലപ്പോൾ ഞാൻ സെപ്റ്റംബറിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സെപ്റ്റംബർ 1 അവിടെ 1/9/2020 ആവുമായിരുന്നു. ഇവിടെ ഞാൻ ഫസ്റ്റ് ഡേറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് സെക്യൂരിറ്റി കൺട്രോൾ ഡീറ്റെയിൽസ് ആണ്. അതിൽ വരുന്നതാണ് ടാലി വോൾട്ട് പാസ്വേഡ്. ദിസ് ഈസ് ഫോർ സെക്യൂരിറ്റി പർപ്പസ്. By enabling this, Tally ERP9 convert Tally data into encrypted format. Encryption means convert data from recognized format to unrecognized format. The benefit is that it is very difficult to read data even if our data is stolen. ഇവിടെ ഒരു സെക്യൂരിറ്റി ടാലി വാൾട്ട് പാസ്വേഡ് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ, ഒരു സീക്രട്ട് പാസ്വേഡ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡാറ്റ ഓട്ടോമാറ്റിക്കലി അൺറെക്കഗ്നൈസ്ഡ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് എൻ്റെ ഡാറ്റ എൻക്രിപ്റ്റഡ് ആവും. എൻക്രിപ്റ്റ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കഗ്നൈസ്ഡ് ഫോർമാറ്റിലുള്ള എൻ്റെ ഡാറ്റ അൺറെക്കഗ്നൈസ്ഡ് ഫോർമാറ്റിലേക്ക് മാറും. അങ്ങനെ ആവുന്ന സമയത്ത് എൻ്റെ സിസ്റ്റം ആരെങ്കിലും ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഈവൻ ടാലി ഇൻഫോർമേഷൻ അവർക്ക് കിട്ടില്ല. ഈ പാസ്വേഡ് എൻ്റർ ചെയ്യാതെ അവർക്ക് ടാലി ഇൻഫോർമേഷൻ കിട്ടില്ല. ദെൻ നെക്സ്റ്റ് വരുന്നത് യൂസ് സെക്യൂരിറ്റി കൺട്രോൾ. ഈ സെക്യൂരിറ്റി കൺട്രോൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ഈ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സപ്പോസ് അക്കൗണ്ട്സ് ഓഫീസേഴ്സ് ഉണ്ടാവും, അക്കൗണ്ടൻറ്റ് ഉണ്ടാവും, ഡാറ്റ എൻട്രി ഉണ്ടാവും. ഇതിൽ ഞാൻ ഡാറ്റ എൻട്രിക്ക് മാത്രം സ്പെഷ്യൽ റൈറ്റ് കൊടുക്കുക, ഈ ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടി മാത്രമുള്ള റൈറ്റ് കൊടുക്കുക, അതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ അക്കൗണ്ട്സ് ഓഫീസർക്ക് കൊടുക്കുക. അങ്ങനെ ഓരോ സെക്യൂരിറ്റി ഓരോ ഓപ്പറേറ്റേഴ്സിനും ഓരോ കൺട്രോള് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്യൂരിറ്റി കൺട്രോള് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ അഡ്മിൻ ഒരു പാസ്വേഡ് വയ്ക്കുന്നുണ്ട്. അഡ്മിൻ ആണ് ഇതിൻ്റെ കംപ്ലീറ്റ് ചാർജ് ഉണ്ടാവുക. അഡ്മിൻ അലോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ബാക്കി വർക്ക്സൊക്കെ ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവുള്ളൂ. ദെൻ നെക്സ്റ്റ് വരുന്നത് ബേസ് കറൻസി ഇൻഫോർമേഷൻ ഇൻ കമ്പനി ക്രിയേഷൻ സ്ക്രീൻ. നിങ്ങൾ നോക്കൂ, നമ്മുടെ കമ്പനി ക്രിയേഷൻ സ്ക്രീനിൽ താഴെ അതാ ബേസ് കറൻസി ഇൻഫോർമേഷൻ സ്ക്രീൻ കാണിക്കുന്നുണ്ട്. ദിസ് ദി കറൻസി ഇൻഫോർമേഷൻ സ്ക്രീൻ. ഓൾമോസ്റ്റ് ഓൾ ഫീൽഡ് ആർ ഓട്ടോ ഫീൽഡ് ആൻഡ് can make changes if required. The following fields are available in this section. First one, base currency symbol. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്തത് തന്നെയാണ്, ഞാൻ കൊടുത്തതല്ല. നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ച് വരുത്താമെന്നാണ് പറയുന്നത്. അതിൽ സിമ്പൽ പറയുന്നത് റുപ്പീൻ്റെ സിമ്പലാണ് അവിടെ തന്നിട്ടുള്ളത്. ഫോർമൽ നെയിം റുപ്പിയാണ് വന്നിട്ടുള്ളത്. ദിസ് ഈസ് ദി ഫോർമൽ നെയിം ഓഫ് അവർ കറൻസി യു ആർ യൂസിങ്. നമ്മൾ യൂസ് ചെയ്യുന്ന കറൻസീൻ്റെ ഫോർമലാണ്. ഫോർമൽ നെയിം, ദിസ് ഈസ് ദി ഫോർമൽ നെയിം ഓഫ് ദി കറൻസി യു ആർ യൂസിങ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന കറൻസീൻ്റെ ഫോർമൽ നെയിം. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ കറൻസി ആയതുകൊണ്ട് ആണ് അവിടെ INR ഇന്ത്യൻ റുപ്പി എന്ന് കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് സുഫിക്സ് സിമ്പിൾ ടു എമൗണ്ട്. ആസ്കിങ് വെദർ കറൻസി സിമ്പിൾ ഈസ് റിക്വയർഡ് പ്രയർ ടു എമൗണ്ട് ലൈക്ക് ₹50. അതായത് സാധാരണ നമ്മൾ ഡാറ്റ റിപ്പോർട്ട് കാണിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ 50 എന്നാണ് അടിച്ചിട്ടുള്ളതെങ്കിൽ 50 മാത്രമേ വരുള്ളൂ. ഇത് പ്രയർ ആ സിമ്പിൾ വരികയാണെങ്കിൽ ₹50 എന്ന് പറഞ്ഞിട്ട് കൂടി നമുക്ക് കാണിക്കാൻ പറ്റും. നെക്സ്റ്റ് ആഡ് സ്പേസ് ബിറ്റ്വീൻ എമൗണ്ട് ആൻഡ് സിമ്പിൾ. ആ ₹50 എന്ന് കാണിക്കുന്ന സമയത്ത് റുപ്പീസ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ടാണ് 50 കാണിക്കേണ്ടത് എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. എമൗണ്ടും അതുപോലെ തന്നെ സിമ്പിളും തമ്മിലൊരു ഗ്യാപ്പ് വേണമെന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഷോ എമൗണ്ട് ഇൻ മില്യൻസിൽ എമൗണ്ട് കാണിക്കണമെന്നുള്ളത്. അപ്പം നമ്മൾ യെസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാലി എമൗണ്ട് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് മില്യൻസിൽ എമൗണ്ട് കാണിക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ്. അത് 2 സാധാരണ നമ്മുടെ കറൻസിയിൽ നമ്മൾ റുപ്പീസും പൈസയും 5 രൂപ 50 പൈസ അങ്ങനെയല്ലേ എൻ്റർ ചെയ്യുക. അപ്പോൾ ഡെസിമൽ പ്ലേസ് 2 തന്നെയാണ് വരുന്നത്.
ഇനി വേർഡ് റെപ്രസെൻറ്റിംഗ് എൻഡിങ് എമൗണ്ട് ആഫ്റ്റർ ഡെസിമൽ എന്ന് പറയുന്നത് നമ്മുടെ പൈസയാണ്. എമൗണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടേത് വരുന്നത് പൈസ ആയതുകൊണ്ടാണ് അവിടെ ഞാൻ പൈസ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ഫോർ എമൗണ്ട് ഇൻ വേർഡ്സിൽ നോക്കുകയാണെങ്കിലും 2 തന്നെയല്ലേ വരുന്നത്. അതായത് 200 rupees ആൻഡ് 50 പൈസ. അങ്ങനെ വരുമ്പോൾ 2 തന്നെയാണ് അവിടെ വരിക. നമ്മൾ ആദ്യം കൊടുക്കുക 2 വരുന്നത് എന്നുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഈ ഇൻഫോർമേഷൻ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യല്ലേ, ഇത്ര ഇൻഫോർമേഷൻസ് നമ്മൾ ആക്സെപ്റ്റ് കൊടുക്കുക, യെസ് കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാലി വോൾട്ട് പാസ്വേഡ് എൻ്റർ ചെയ്യും. ഞാൻ ടാലി വോൾട്ട് പാസ്വേഡ് കൊടുത്തതുകൊണ്ടാണ് അത് എൻ്റർ ചെയ്യാൻ വന്നത്. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ടാലിൻ്റെ സ്ക്രീനിലേക്കാണ് എത്തുക. നമ്മുടെ ഫസ്റ്റ് സ്ക്രീനിലായിരുന്നു, അവിടെ നിന്ന് നമ്മൾ പോയത്. അവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗേറ്റ് വേ ഓഫ് ടാലി സ്ക്രീനിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമ്പനീൻ്റെ പേര്, നമ്മൾ XYZ ലിമിറ്റഡ് എന്നല്ലേ ഉണ്ടാക്കിയത്, ആ കമ്പനീൻ്റെ നെയിം കാണാം. അതുപോലെ തന്നെ കറൻറ്റ് പീരീഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്, പിന്നെ കറൻറ്റ് ഡേറ്റ് ഏതാണെന്നുള്ളത് എല്ലാം തന്നെ അതിനകത്ത് കാണിക്കും. ഇത്രയുമാണ് നമ്മുടെ ഒരു കമ്പനി ക്രിയേഷൻ്റെ സ്റ്റെപ്പായിട്ട് വരുന്നത്.